ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 6 മാസ് മൂവ്മെൻറ്റ് ഫോർ ഫ്രീഡം അതിൻ്റെ 4th പാർട്ടാണ് ഇടുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഭാഗം ഫൈറ്റ് ഷിഫ്റ്റഡ് ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ഫൈറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായിരുന്നു ആ ഫൈറ്റ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള പാർട്ടിസിപ്പേഷനും എല്ലാം തന്നെ ബഹിഷ്കരിക്കപ്പെട്ടിരുന്നു. പക്ഷേ കോൺഗ്രസ്സിലുള്ള കുറച്ച് പേർ ഈ ഒരു രീതിയെ വിമർശിച്ചിരുന്നു. അത്തരത്തിലുള്ള രണ്ടുപേരാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഇവർ പിന്നീട് സ്വരാജ് പാർട്ടി 1923 1923 ഒരു സ്വരാജ് പാർട്ടി ഫോം ചെയ്തു. ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ഒരു വിഭാഗം തന്നെയാണ് സ്വരാജ് പാർട്ടി ഫോം ചെയ്തത്. കാരണം ഇവർ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ ഗാന്ധിജി അതുപോലെ മറ്റുള്ള ആളുകൾ എടുത്തിട്ടുള്ള തീരുമാനം, അതായത് ബോയ്ക്കോട്ട് ചെയ്യുക, എന്തിൽ നിന്ന്, ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ നിന്നെല്ലാം, ഇലക്ഷനിൽ നിന്നെല്ലാം ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം ഇവർ എതിർത്തു. കാരണം തങ്ങളുടെ ആശയങ്ങൾ ഗവൺമെൻറ്റിനെ അറിയിക്കാൻ ഈ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലൂടെ സാധിക്കുമെന്നാണ് ഇവരുടെ സ്ട്രാറ്റജി. അതുകൊണ്ട് ഇവർ ഇലക്ഷനിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ തങ്ങളുടെ ഗവൺമെൻറ്റിനോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ ഡിസെൻമെൻറ്റ് അവർക്ക് അതിലൂടെ പ്രകടിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ 1923 ഈ രീതിയിൽ ഫോം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അതിൻ്റെ ലീഡേഴ്സാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു. ഈ ഒരു സ്വരാജ് പാർട്ടി എന്നത് കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള തന്നെ ഒരു വിഭാഗമാണ്. അതൊരു ഫാക്ഷനാണ്. അതിൽ തന്നെ വേറൊരു വിഭാഗം. അവർക്ക് അവരുടെ താല്പര്യം എന്താണ്? ഇലക്ഷനിൽ പങ്കെടുക്കുക, ഗവൺമെൻറ്റിനെതിരെയുള്ള കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുക. ആ രീതിയിലാണ് അങ്ങനെ ഒരു പാർട്ടി ഫോം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെയും പല മൂവ്മെൻറ്റ്സും ജനകീയ പ്രക്ഷോഭങ്ങളും ഉണ്ടായി. അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്, കണ്ടിന്യൂയിങ് പോപ്പുലർ എജിറ്റേഷൻസ്. ആന്ധ്രാപ്രദേശിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിലുള്ള മൂവ്മെൻറ്റാണ് അടുത്ത ഏറ്റവും എടുത്തു പറയാൻ പറ്റുന്ന ഒരു മുന്നേറ്റം. അപ്പോൾ ഈ രീതിയിലും ഗവൺമെൻറ്റിനെതിരായി ജനങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ, മാസ് മൂവ്മെൻറ്റാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ നമ്മൾ മനസ്സിലാക്കി, ചൗരി ചൗര സംഭവത്തിന് ശേഷം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റൊക്കെ നിർത്തിവെച്ചു. പക്ഷേ ആളുകളിൽ ആ ഒരു ഇന്തൂസിയാസം, ആ ഒരു ഉത്സാഹം അപ്പോഴും ഉണ്ടായിരുന്നു. അതായത് ഗവൺമെൻറ്റിനെതിരെ പ്രവർത്തിക്കാനുള്ള ഉത്സാഹം ജനങ്ങളിൽ ഉണ്ടായിരുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ആൻറ്റി ബ്രിട്ടീഷ് പ്രൊട്ടസ്റ്റ് തുടർന്നുകൊണ്ടേയിരുന്നു. അത്തരത്തിലൊരു പ്രൊട്ടസ്റ്റാണ് ആന്ധ്രാപ്രദേശിലുള്ള ട്രൈബൽ മൂവ്മെൻറ്റ്. ഇത് അറിയപ്പെടുന്നത് രംബ റിബല്യൻ എന്നാണ്. ദിസ് മൂവ്മെൻറ്റ് നോൺ ആസ് രംബ റിബല്യൻ. ദ ട്രൈബൽ മൂവ്മെൻറ്റ് ഇൻ ആന്ധ്രാപ്രദേശ് നോൺ ആസ് രംബ റിബല്യൻ ആൻഡ് ഇറ്റ് വാസ് ലെഡ് ബൈ അലൂരി സീതാറാം രാജു. അതാണ് അലൂരി സീതാറാം രാജു ആണ് രംബ റിബല്യൻ, ആന്ധ്രാപ്രദേശിലെ രംബ റിബല്യൻ ലെഡ് ചെയ്തത്, അതായത് നയിച്ചിരുന്നത്. ദ ട്രൈബൽസ് വേർ ഡ്രിവൺ ടു എജിറ്റേഷൻ ബൈ ദ ബ്രിട്ടീഷ് ഫോറസ്റ്റ് ലോസ് which restricted their rights to graze the cattle in the forest. അപ്പം ബ്രിട്ടീഷുകാരുടെ ഫോറസ്റ്റ് ലോസ് ഉണ്ട്, അതിൽ ഇവർക്ക് അവരുടെ കന്നുകാലികളെ കാടുകളിൽ മേയാൻ പാടില്ല എന്നൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ അവിടെയുള്ള ട്രൈബൽസ് സമരം ചെയ്യുകയാണ്. അതുപോലെ അവരെ മണി ലെൻഡേഴ്സും എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരെ ആന്ധ്രാപ്രദേശിൽ നടന്ന ട്രൈബൽ മൂവ്മെൻറ്റാണ് രംബ റിബല്യൻ. അപ്പോൾ ഏകദേശം 2500 സ്ക്വയർ മൈൽ ലാൻഡ് ട്രൈബൽസിൻ്റെ കൺട്രോളിലുള്ളതാണ്. അപ്പോൾ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ട്രൈബൽസിനെ അടിച്ചമർത്തുന്നതിന് മിലിറ്ററി യൂണിറ്റ്സ് ഉൾപ്പെടെയുള്ള മലബാർ സ്പെഷ്യൽ പോലീസ്, അതുപോലെ ആസാം റൈഫിൾസ്, ഇതെല്ലാം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ അതിനെ അടിച്ചമർത്തി. ഈ ഒരു പ്രക്ഷോഭത്തിൽ അലൂരി സീതാറാം രാജു മരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ആ സമയത്ത് സ്റ്റുഡൻസ് ആൻഡ് യൂത്ത് മൂവ്മെൻറ്റ്സ് വളരെയധികം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്ററായ ജവഹർലാൽ നെഹ്റു, അതുപോലെ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയവർ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും യാത്ര ചെയ്യുകയും യൂത്തിനെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്രകാരത്തിൽ നാട് മുഴുവൻ, അതായത് ഈ ഇന്ത്യ രാജ്യം മുഴുവൻ പ്രക്ഷോഭത്തിൻ്റെ ഒരു വക്കിൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പീരീഡിൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സൈമൺ ഗോ ബാക്ക്. എന്താണ് സൈമൺ? The British government appointed a commission led by Sir John Simon to recommend constitutional reforms for India. അപ്പം അങ്ങനെ ഉള്ള ആ സമയത്താണ് ബ്രിട്ടീഷുകാർ ഒരു കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്.
ആ കമ്മീഷൻ്റെ പേരാണ് സൈമൺ കമ്മീഷൻ. അപ്പോൾ ഇതിന് മുമ്പൊരു കമ്മീഷൻ ഉണ്ടായിരുന്നു, ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷൻ എന്തിനു വന്നിട്ടുള്ളതാണ്? അവിടെ പഞ്ചാബിലെ അമൃതസറിൽ ജാലിയൻവാലാബാഗിലെ വലിയൊരു കൂട്ടക്കൊല, ജാലിയൻവാലാബാഗ് മസാക്കറിനെ തുടർന്ന് വന്നിട്ടുള്ള ഒരു കമ്മീഷനാണ്. ഇന്ത്യയിലെ ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പം ജാലിയൻവാലാബാഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വന്നിട്ടുള്ള കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ള കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ഈ ഒരു കമ്മീഷനിൽ 7 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. ആ ഒരു കാരണം തന്നെ കോൺഗ്രസും അതുപോലെ മറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനെ ബഹിഷ്കരിച്ചു. അതുകൊണ്ട് അവർ ഒരു ഹർത്താൽ ആചരിക്കുകയാണ് ചെയ്യുന്നത്. ഫെബ്രുവരി 3, 1928 ഫെബ്രുവരി 3 ഒരു ഹർത്താൽ ആചരിച്ചു. ദ സ്ട്രീറ്റ്സ് അക്രോസ് ഇന്ത്യ റീസൗണ്ടഡ് വിത്ത് ദ സ്ലോഗൻ സൈമൺ ഗോ ബാക്ക്. അപ്പം ഇന്ത്യയിലെ സ്ട്രീറ്റുകളെല്ലാം തന്നെ ഈ ഒരു ഒച്ച നമുക്ക് മുഴങ്ങി കേൾക്കാൻ സാധിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ. സൈമൺ ഗോ ബാക്ക്, അതായത് സൈമൺ ഇവിടെ വേണ്ട, സൈമൺ കമ്മീഷൻ പോവട്ടെ, ഇവിടെ വേണ്ട. കാരണം അതിലുള്ള മെമ്പേഴ്സ് മുഴുവൻ ബ്രിട്ടീഷുകാരാണ്. ആ കമ്മീഷനിലുള്ള മെമ്പേഴ്സ് മുഴുവൻ ബ്രിട്ടീഷുകാരാണ്, ഒരൊറ്റ ഇന്ത്യക്കാരും പോലുമില്ല. അതുകൊണ്ട് ആ ഒരു കമ്മീഷൻ ഇവിടെ വേണ്ട, നിങ്ങൾ പോയിക്കോളാനാണ് ഇതിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്ത് പറയുന്നത്. ഈ ഒരു പ്രൊട്ടസ്റ്റിൽ ലാലാ ലജ്പത് റായ്ക്ക് ഗുരുതരമായ പരിക്കേറ്റു. സൈമൺ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആയിട്ടാണല്ലോ വന്നത്. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരത് സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ബ്യൂറോക്രാറ്റ്സ് പറഞ്ഞു, ഇവിടെയുള്ള ആൾക്കാർക്ക്, ഇന്ത്യക്കാർക്ക് ഒരു സ്ട്രോങ് കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ഉണ്ടാക്കാനുള്ള കഴിവില്ല. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ നമ്മുടെ ലീഡേഴ്സ് ഒരു കമ്മിറ്റിയൊക്കെ ഫോം ചെയ്തു. മോത്തിലാൽ നെഹ്റുവിൻ്റെ കീഴിൽ ഒരു കമ്മിറ്റി ഫോം ചെയ്തു. എന്നിട്ട് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോം റിപ്പോർട്ട് ഉണ്ടാക്കി. ഇത് അറിയപ്പെട്ടത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ്. അതായത് മോത്തിലാൽ നെഹ്റുവിൻ്റെ ലീഡർഷിപ്പിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് നമ്മൾ ഫോം ചെയ്തു. ഈ ഒരു റിപ്പോർട്ട് പിന്നീട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ വളരെയധികം സഹായിച്ചു. ദിസ് റിപ്പോർട്ട് ലേറ്റർ പ്ലേഡ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യുന്നതിൽ ഒരു നല്ല പങ്ക് വഹിക്കാൻ മോത്തിലാൽ നെഹ്റുവിൻ്റെ ഈ റിപ്പോർട്ടിന് സാധിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.